പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ആകുലതകളെയും പ്രയാസങ്ങളെയും അമ്മ കാണണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും യാത്രയിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജോലി മേഖലകളിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലുമെല്ലാം അമ്മ ഞങ്ങളോടൊപ്പമായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. നല്ല കുഞ്ഞുങ്ങളായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കണ്ണീരോടെയും വേദനയോടെയും ഞങ്ങൾ നിലവിളിക്കുമ്പോൾ ഞങ്ങളിലേക്ക് അമ്മ എഴുന്നള്ളി വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാ രോഗികളെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, അവർക്ക് രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ സമർപ്പിക്കുന്നു. ക്ഷമിപ്പാനില്ലാത്ത ഞങ്ങളുടെ മനസ്സിനെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ക്ഷമിപ്പാൻ പഠിപ്പിക്കണമേ. പരസ്പര സ്നേഹത്തോടിരിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാവരോടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പ്രയാസങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോൾ, പ്രതിസന്ധികൾ ഞങ്ങൾക്കെതിരായി വരുമ്പോൾ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് താങ്ങായി തണലായി കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കരുത്ത് നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തൊഴിലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. തൊഴിൽ ഉയർച്ച കൈവരുപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കഷ്ടതകളിലൂടെയും വേദനകളിലൂടെയും നെടുവീർപ്പുകളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ. അമ്മേ മാതാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം കൊടുത്ത് ആ മക്കളെ ഓരോരുത്തരെയും അമ്മ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഇൻ്റർവ്യൂവിനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സഹായിക്കണമേ. ജോലിയിലേക്ക് പ്രവേശിക്കാനായി പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ആയിരിക്കാൻ, നല്ലതുപോലെ ചെയ്യുവാൻ തക്കവിധം അമ്മ അവരെ സഹായിക്കണമേ. ജോലിക്കിടെ വിളിക്കായി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ പ്രതീക്ഷയ്ക്ക് അമ്മ ഭംഗം വരുത്തരുതേ. അമ്മേ മാതാവേ, അവരാഗ്രഹിക്കുന്നത് പോലെ നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവരെയും പേരുപേരായി അമ്മയിൽ ഏൽപ്പിക്കുന്നു. കടബാധ്യതയാൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കണമേ. ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യപാനികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയോ മക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളുണ്ട്. ദുസ്വഭാവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ട്. അവരെ എല്ലാം ഏറ്റെടുക്കണമേ അമ്മേ. നേർവഴിക്ക് നടത്തണേ അമ്മേ. അമ്മേ മാതാവേ, വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മറ്റു സംസ്ഥാനങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ് അമ്മേ. അവരായിരിക്കുന്ന സ്ഥാനത്തമ്മേ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ. ഈശോയെ, അങ്ങയുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നീ ഞങ്ങളുടെ കൈകളിലേക്ക് നൽകിയതാണ്. ആ മക്കളെ ദൈവവിശ്വാസത്തിലും നേർവഴിക്കും നടത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അമ്മേ മാതാവേ, ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ പൂർണ്ണമായി അമ്മയിൽ ഏൽപ്പിക്കുന്നു. ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.